ഹലോ. ഓക്കെ, നമുക്ക് തേർഡ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ലെവലിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ് ഞാൻ പറഞ്ഞു നിർത്തിയത്. ലെവലിംഗ് സ്റ്റാഫിനെ പറ്റിയിട്ടും പറഞ്ഞു. ഇനി ഇനി കുറേ കാര്യങ്ങൾ, ഇവിടെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം നിങ്ങൾ ലാബിൽ വർക്ക്ഷോപ്പിൽ കണ്ട് മനസ്സിലാക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സെഷൻ നിർത്തിയത്. എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം, കാരണം ഇത് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അത് ഈ കാണുന്ന ഇമേജ് ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഡംപി ലെവൽ എന്ന് പറയുന്നത്. ഈ സാധനം വെച്ചിട്ടാണ് നമ്മൾ ലെവൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. നമുക്കിവിടെ ഇതിൻ്റെ കമ്പോണൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ടെലിസ്കോപ്പാണ്. നമ്മൾ ഈ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുന്നു. ടെലിസ്കോപ്പ് ലെവലായിട്ട് ഹൊറിസോണ്ടലായിട്ട്, പക്ക ഹൊറിസോണ്ടലായിട്ട് നമ്മൾ ഒരു സ്റ്റാൻഡിൽ വെച്ച് പിടിപ്പിച്ചിട്ട്, സാധാരണ ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുവാണെങ്കിൽ ഈ സാധനത്തിനെ നമ്മൾ ഒരു ലെവൽ സർഫസിൽ ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്യുക. 3 കാലുള്ള ട്രൈപോഡ് സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ഇതുകൊണ്ട് ഫിക്സ് ചെയ്തിട്ട്, ഇതിൻ്റെ ഈ ടെലിസ്കോപ്പ് എന്ന് പറയുന്നത് പക്ക ഹൊറിസോണ്ടൽ ആയിരിക്കണം. പക്ക ഹൊറിസോണ്ടൽ. അത് മെഷർ ചെയ്യാനൊക്കെ കുറച്ച് ബബിൾ ട്യൂബ് ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. അത് ഹൊറിസോണ്ടൽ ആണോ എന്ന് അറിയാൻ വേണ്ടി ഇവിടെ ഒരു ട്യൂബിനകത്ത് ഒരു ബബിൾ ഇട്ടിട്ടുണ്ട്. ആ ബബിൾ സെന്ററിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഹൊറിസോണ്ടൽ ആണെന്നാണ് അർത്ഥം. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നോക്കുന്നു. എന്നിട്ട് ഇപ്പുറത്തെ ടെലിസ്കോപ്പിലൂടെ നമ്മൾ കാണുന്നത് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, ഈ ഒരു സ്റ്റാഫാണ് നമ്മൾ കാണുന്നത്. ഈ സ്റ്റാഫിൽ നമ്മുടെ ടെലിസ്കോപ്പിൽ ലെൻസിനകത്ത് ഒരു ലൈൻ കാണും, ഒരു ഹൊറിസോണ്ടൽ ലൈൻ. ആ ലൈന് ഈ സ്റ്റാഫിലെ ഏത് വാല്യൂവിൽ വന്ന് മീറ്റ് ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നോക്കുന്നത്. ഒരു കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പറയുവാണെങ്കിൽ ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് നോക്കാം. ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് ഇവിടെ ട്രൈപോഡ് കാണാൻ പറ്റും. 3 സ്റ്റാൻഡ് ആണ് ഇവിടെ ഉള്ളത്. ട്രൈപോഡ് 3 ലെഗ് ആണുള്ളത്. അതുകൊണ്ടാണ് ഇത് നമ്മൾ ട്രൈപോഡ് എന്ന് വിളിക്കുന്നത്. ഇത് നമ്മൾ തുറന്നു വെച്ചിട്ട് ഇതിന്റെ പുറത്ത് കാണുന്ന ഈ ഒരു മഞ്ഞ പോർഷൻ ഉണ്ട്. ഈ കമ്പോണൻസ് ഒന്നും നിങ്ങൾ പഠിക്കണ്ട കേട്ടോ, കാരണം നിങ്ങൾ ബേസിക് സിവിൽ ആയതുകൊണ്ട് എല്ലാം ഒന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട. ഈ PPT-യിലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഈ ഒരു സ്റ്റാൻഡിലേക്ക് നമ്മൾ ഈ ഒരു ലെവലിനെ ഘടിപ്പിക്കും. ഈ ലെവലിനെ ഘടിപ്പിച്ചിട്ട് ഈ ടെലിസ്കോപ്പ് ഹൊറിസോണ്ടൽ ആണ് എന്ന് നമ്മൾ എൻഷുർ ചെയ്യും. അതിനിവിടെ നമുക്കൊരു ലെവൽ ട്യൂബ് ഒക്കെ ഉണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലൂടെ നോക്കുമ്പോൾ നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ്, ഇപ്പൊ നമുക്ക് എ എന്ന് പറയുന്ന പോയിന്റിന്റെ ഹൈറ്റ് ആണ് നമുക്ക് വേണ്ടതെന്ന് വിചാരിക്കാം. എ എന്ന് പറയുന്ന പോയിന്റിന്റെ എലിവേഷൻ ആണ് നമുക്ക് വേണ്ടതെന്ന് വിചാരിക്കാം. അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റിൽ ഒരാൾ ഈ ഒരു സ്റ്റാഫ് പിടിച്ചുകൊണ്ട് പോയി അവിടെ നിൽക്കും. ഇതിനെ വെർട്ടിക്കലി സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കും. അതായത് സ്കെയിൽ നമ്മൾ തല കുത്തനെ വെക്കുന്നത് പോലെ 0 ഗ്രൗണ്ടിൽ ബാക്കി വാല്യൂസ് ഇങ്ങനെ മുകളിലോട്ട് വരുന്ന രീതിയിൽ നമ്മൾ കൊണ്ട് വെക്കും. എന്നിട്ട് ഞാൻ ഒരു സ്ഥലത്ത് വന്നിട്ട് ഞാൻ ഈ ടെലിസ്കോപ്പിലൂടെ ഞാൻ ആ പോയിന്റിലേക്ക് നോക്കും. അപ്പോൾ എൻ്റെ ടെലിസ്കോപ്പിൽ എൻ്റെ ലെൻസിൽ എനിക്കൊരു ഹൊറിസോണ്ടൽ ലൈൻ കാണാൻ പറ്റും. ആ ഹൊറിസോണ്ടൽ ലൈന് ആ സ്റ്റാഫിന്റെ ഏത് വാല്യൂലാണ് പോയി മീറ്റ് ചെയ്യുന്നതെന്ന് നോക്കും. ആ വാല്യൂ ആണ് നമ്മുടെ ലെവല്. ആ വാല്യൂ ആണ് ലൈക്ക് 2.605 എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. ആ വാല്യൂ ആണ് നമ്മുടെ ലെവല്. ഇതാണ് നമ്മൾ ഇവിടെ ബേസിക്കലി ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ലെവൽ, ദ പേർപ്പസ് ഓഫ് ലെവൽ ഈസ് ടു പ്രൊവൈഡ് എ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ്. ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ലൈൻ ഓഫ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. ദ ലെവൽ കൺസിസ്റ്റ് ഓഫ് ഫോളോയിങ് പാർട്ട്: എ ടെലിസ്കോപ്പ് ടു പ്രൊവൈഡ് ദ ലൈൻ ഓഫ് സൈറ്റ്. ഈ ബ്ലൂ കളറിലിരിക്കുന്നതാണ് നമ്മുടെ ടെലിസ്കോപ്പ്. എ ലെവൽ ട്യൂബ് ടു മേക്ക് ദ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ. ഒരു ട്യൂബ് ഉണ്ടാവും ഇവിടെ, യെല്ലോ കളറിൽ കാണുന്ന ഒരു ട്യൂബ്. ആ ലെവൽ ട്യൂബ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ അതിന്റെ ഹൊറിസോണ്ടൽ ആയിട്ട് സെറ്റ് ചെയ്യുന്നത്, നമ്മൾ എൻഷുർ ചെയ്യുന്നത്. എ ലെവലിംഗ് ഹെഡ് ടു ബ്രിങ് ദ ബബിൾ സെന്റർ. ഒരു ലെവലിംഗ് ഹെഡ് ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ബബിളിനെ സെന്ററിലേക്ക് കൊണ്ടുവരുന്നത്. അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് ലാബിൽ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ട്രൈപോഡ് ടു സപ്പോർട്ട് ദ ഇൻസ്ട്രുമെന്റ്. ഈ 3 കാലുള്ള ഒരു സ്റ്റാൻഡിനെയാണ് നമ്മൾ ട്രൈപോഡ് എന്ന് പറയുന്നത്. മോസ്റ്റ് കോമൺ ലെവൽ ഡംപി ലെവലാണ്. ഈ ഡംപി ലെവൽ എന്നാണ് ഇതിന്റെ പേര്. ഇതുപോലെ തന്നെ വെയ് ലെവല്, ടിൽറ്റിംഗ് ലെവല്, അങ്ങനെ കുറച്ചധികം ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഡംപി ലെവൽ മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. അപ്പോൾ ഡംപി ലെവലിന്റെ കേസിൽ നമുക്ക് തിയറിറ്റിക്കലി വേറെ കാര്യങ്ങൾ പറയുവാണെങ്കിൽ, കൺസിസ്റ്റ് ഓഫ് എ ടെലിസ്കോപ്പ് ട്യൂബ് ആൻഡ് എ വെർട്ടിക്കൽ സ്പിൻഡിൽ ആൻഡ് ലോങ് ബബിൾ ട്യൂബ് അറ്റാച്ച് ടു ദ ടോപ്പ്. ബബിൾ ട്യൂബ്, വെർട്ടിക്കൽ സ്പിൻഡിൽ, ടെലിസ്കോപ്പ് ഒക്കെ ഉണ്ട്. ക്ലാം സ്ക്രൂ പ്രൊവൈഡഡ് ടു കൺട്രോൾ ദ മൂവ്മെന്റ് ഓഫ് ദ വെർട്ടിക്കൽ സ്പിൻഡിൽ. കുറേ സ്ക്രൂസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു പ്ലേറ്റിൽ ഇരുന്നുകൊണ്ടാണ്, ഈ താഴെ കാണുന്ന ഈ ഒരു ട്രൈ ബാച്ച് പ്ലേറ്റിൽ ഇരുന്നുകൊണ്ടാണ് ഈ സാധനം കിടന്ന് കറങ്ങുന്നത്. ബാക്കി നമുക്ക് ലാബിൽ ചെയ്യുമ്പോൾ മനസ്സിലാവേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഐ പീസ് ഉണ്ട്. ഇവിടെ കൂടിയാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് നമ്മുടെ ടെലിസ്കോപ്പിന്റെ മറ്റേ എൻഡ്. ലെവലിംഗ് സ്ക്രൂ ആണിത്. ഈ കാണുന്ന സാധനങ്ങൾ ഇത് രണ്ടും കറക്കിയിട്ടാണ് നമ്മൾ ലെവല് ചെയ്യുന്നത്. അത് ഹൊറിസോണ്ടൽ ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടേ നമ്മൾ നോക്കിയിട്ട് കാര്യമുള്ളൂ. അത് ഹൊറിസോണ്ടൽ അല്ലാതെ ടെലിസ്കോപ്പ് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ തെറ്റായിരിക്കും.
അത് പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടൽ ആക്കിയിട്ട് വേണം നമ്മൾ ടെലിസ്കോപ്പിലൂടെ നോക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ലെവലിംഗ് ഇൻസ്ട്രുമെന്റ് കൊണ്ട് വയ്ക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്ന സാധനം നമ്മൾ ചെയ്യണം. എന്താണ് ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് നമുക്ക് നോക്കാം. സെറ്റിംഗ് ഓവർ ദ സ്റ്റേഷൻ, സെൻറ്ററിംഗ് ദ ഇൻസ്ട്രുമെന്റ് ഓവർ ദ സ്റ്റേഷൻ മാർക്ക്, അപ്രോക്സിമേറ്റ്ലി ലെവലിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ട്രൈപോഡ് ലെഗ്. ഒരു സ്റ്റേഷൻ പോയിന്റ്, ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ പോയിന്റ് ഞാൻ ഫിക്സ് ചെയ്യാം. ആ സ്റ്റേഷൻ പോയിന്റ് എൻ്റെ 3 ലെഗിന്റെയും ആ ട്രൈപോഡ് സ്റ്റാൻഡിന്റെ 3 ലെഗിന്റെയും നടുക്ക്, അതിന്റെ എല്ലാ മീഡിയൻസും വന്ന് മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിലേക്കാണ് എൻ്റെ ലെവലിംഗ് പോയിന്റ് വരുന്നത് എന്ന ഒരു അപ്രോക്സിമേഷനോടെ ട്രൈപോഡ് സെറ്റ് ചെയ്യാം. പിന്നെ ലെവലിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ ലെവലിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫുഡ് സ്ക്രൂസ്. ഈ ലെവൽ അതിന്റെ പുറത്ത് വെച്ചിട്ട് ഫുഡ് സ്ക്രൂസ് വെച്ചിട്ട് നമ്മൾ ഇതിനെ ലെവൽ ചെയ്യുക. പർപ്പസ് ഓഫ് ലെവലിംഗ് ഈസ് ടു സെർച്ച് ദ വെർട്ടിക്കൽ ആക്സിസ് ട്രൂലി വെർട്ടിക്കൽ ആക്സിസിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ആക്ഷൻ ഇമേജ്. ഞാൻ ഈ 2 സ്ക്രൂവിനെ ഈ കാണുന്ന ഡയറക്ഷനിൽ കറക്കുമ്പോൾ ഈ ഒരു ബബിൾ ട്യൂബ് നടുക്ക് വന്ന് നിൽക്കും. അത് നടുക്ക് വരുന്ന നിൽക്കുന്ന രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ എലിമിനേഷൻ ഓഫ് പാരലാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റെപ്പും കൂടിയുണ്ട്. ടെമ്പററി അഡ്ജസ്റ്റ്മെന്റിൽ ആദ്യം സെറ്റിംഗ് അപ്പ്, അത് കഴിഞ്ഞ് ലെവലിംഗ് അപ്പ്. അതായത് ആദ്യം ട്രൈപോഡ് വെച്ച് അതിന്റെ 3 ലെഗ് നമ്മുടെ സ്റ്റേഷൻ പോയിന്റിന്റെ എക്സാക്ട്ലി വെർട്ടിക്കലി ബിലോ തന്നെ അതിന്റെ 3 ലെഗിന്റെ മീഡിയൻസ് ഞാൻ വരച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയാം. അപ്പോൾ എൻ്റെ ട്രൈപോഡിന്റെ ഇവിടെ വരയ്ക്കാം. എൻ്റെ ട്രൈപോഡിന്റെ ഒരു ലെഗ് ഇവിടെ, ഒരു ലെഗ് ഇവിടെ, ഒരു ലെഗ് ഇവിടെ എന്ന് വിചാരിക്കുക. പ്ലാൻ വ്യൂ ആണ്, ഞാൻ ടോപ്പ് വ്യൂ ആണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ട്രയാങ്കിൾ പോലെയാണല്ലോ ബിഹേവ് ചെയ്യുക. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ മീഡിയൻസ് വന്ന് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് കാണുമല്ലോ, കോമൺ പോയിന്റ്. ഈ പോയിന്റ് ആണ് ഈ പോയിന്റ് ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതായിരിക്കണം എൻ്റെ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ പോയിന്റ്. അതാണ് എൻ്റെ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ പോയിന്റ് സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് സെറ്റിംഗ് ഓവർ ദ സ്റ്റേഷൻ എന്ന് പറയുന്നത്. സ്റ്റേഷന്റെ മുകളിൽ ഞാൻ ഈ ട്രൈപോഡ് കൊണ്ട് വെച്ചിട്ട് അതിന്റെ പുറത്ത് ഞാൻ ഡംപി ലെവൽ കൊണ്ടുവയ്ക്കുന്നു. എന്നിട്ട് ഡംപി ലെവൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം. അതിനെയാണ് നമ്മൾ ലെവലിംഗ് അപ്പ് എന്ന് പറയുന്നത്. സ്ക്രൂസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഡംപി ലെവലിനെ ഹൊറിസോണ്ടൽ ആയിട്ട് വയ്ക്കുന്നത്. കാരണം ചിലപ്പോൾ നമ്മുടെ സ്റ്റേഷൻ പോയിന്റ് ഒരു സ്ലോപ്പിലായിരിക്കും ഇരിക്കുക. സ്ലോപ്പിലിരിക്കുമ്പോൾ ട്രൈപോഡ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഡംപി ലെവൽ അതിന്റെ പുറത്ത് വെച്ചാൽ ഡംപി ലെവൽ ഒരു സ്ലോപ്പിലായിരിക്കും വരിക. ആ സ്ലോപ്പ് മാറ്റുന്ന രീതിയിൽ ഡംപി ലെവലിന്റെ ഫുഡ് സ്ക്രൂസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തുക. കാരണം നമുക്ക് സ്റ്റേഷൻ പോയിന്റ് ചിലപ്പോൾ നമുക്ക് ഫ്ലാറ്റ് സർഫസിൽ വെക്കാൻ പറ്റുമോ നിർബന്ധമൊന്നുമില്ല. ഇനീഷ്യൽ നമ്മുടെ ഇൻസ്ട്രുമെന്റ് വയ്ക്കുന്നത് ചിലപ്പോൾ നമുക്കൊരു കയറ്റത്തിലോ ഇറക്കത്തിലോ കൊണ്ട് വെക്കേണ്ടി വരും. അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഡംപി ലെവലും കൂടി അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ ലെവലായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ വരുന്നതാണ് എലിമിനേഷൻ ഓഫ് പാരലാക്സ്. പാരലാക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫോക്കസ് ചെയ്യുക. ഈ ക്യാമറയുടെ ലെൻസ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടി നമ്മൾ ഇവിടെ ചെയ്യണം. പാരലാക്സ് എറർ ഒഴിവാക്കാൻ വേണ്ടി, ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഇമേജ് കിട്ടാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഐ പീസ് നമ്മൾ ഫോക്കസ് ചെയ്യണം, ഒബ്ജക്റ്റീവും നമ്മൾ ഫോക്കസ് ചെയ്യണം. ഐ പീസ് നമ്മൾ എങ്ങനെ ഫോക്കസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സ്കൈയിലേക്ക് നോക്കി ഐ പീസ് point the telescope towards the sky and move the eyepiece in and out till the crosshair are seen sharp and distinct. അതായത് നമ്മുടെ ലെൻസിലൂടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 3 വരകൾ ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ അത് ഓരോ ലെൻസിനും ഓരോ രീതിയാണ്. അപ്പോൾ ഈ 3 വരകൾ കാണാൻ പറ്റും. അപ്പോൾ ഈ 3 വരകൾ നമുക്ക് ബ്ലാക്ക് ലൈൻസ് ആണ്. ഇത് ക്ലിയർ ആയിട്ട് നമ്മൾ കാണാൻ പറ്റണം. അതാണ് നമ്മുടെ ഫോക്കസിങ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സ്കൈയിലേക്ക് നോക്കണമെന്നില്ല. നമ്മളൊരു വൈറ്റ് പേപ്പർ നമ്മുടെ ലെൻസിന്റെ ഫ്രണ്ടിൽ പിടിച്ചിട്ട് നമ്മൾ ഈ സ്ക്രൂ ഐ പീസിന്റെ അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് കാണും. അതായത് ഇവിടെ ഒരു ഇവിടെ മൗസ് ഇവിടെ ഓക്കെ, ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ലൈൻ, ഇവിടെ ഒരു കറക്കാനൊരു സാധനം കാണും. അത് കറക്കുന്നതനുസരിച്ച് നമുക്ക് ആ ഒരു ഇവിടെ ഇതിന്റെ ഫ്രണ്ടിൽ നമ്മളൊരു വെള്ള പേപ്പർ പിടിച്ചിട്ട് നോക്കുമ്പോൾ ഈ ലൈൻസ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതൊക്കെ ലാബ് ചെയ്യേണ്ടതാണ്. അതിനാണ് ഫോക്കസിങ് ദ ഐ പീസ് എന്ന് പറയുന്നത്. ഫോക്കസിങ് ദ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈറ്റ് ചെയ്യാണ്ട് ഒബ്ജക്റ്റ് നോക്കുക. ഒബ്ജക്റ്റ് ഇനിഷ്യലി അത് നമ്മൾ ബ്ലർ ആയിട്ടായിരിക്കും ഇരിക്കുക. അങ്ങോട്ടേക്ക് നമ്മൾ വെച്ചിട്ട് നമ്മൾ ഒബ്ജക്റ്റീവിന്റെ അവിടുത്തെ ഒരു ലെൻസ് ഉണ്ട്. ഇവിടെ ഒരു ലെൻസ് ഉണ്ടാവും. ആ ലെൻസിന് മൗസ് കേഴ്സർ ഭയങ്കര ചെറുതാണല്ലോ. ഇവിടെ ഒരു ലെൻസ് ഉണ്ടാവും. ആ ലെൻസിന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഫോക്കസ് ചെയ്തെടുക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യണം. അപ്പോൾ ഇവിടെ തിയറിയിൽ ഇൻസ്ട്രുമെന്റിന്റെ കമ്പോണൻസിനേക്കാൾ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത് ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് ഇൻ ലെവലിംഗ് എന്തെല്ലാമാണെന്നാണ്. സെറ്റിംഗ് അപ്പ്, ലെവലിംഗ് അപ്പ്, എലിമിനേഷൻ ഓഫ് പാരലാക്സ്.
ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. പിന്നെ വരുന്നതാണ് നമ്മുടെ ലെവലിംഗ് സ്റ്റാഫ്. ലെവലിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത് നമ്മൾ ആ പിടിക്കുന്ന സ്കെയിൽ പോലത്തെ ഇൻസ്ട്രുമെന്റ്. അത് നമുക്ക് അതുണ്ടെങ്കിൽ മാത്രമേ ലെവലിംഗ് എക്സ്പെരിമെന്റ് നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ ലെവലിംഗ് സ്റ്റാഫിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സെൽഫ് റീഡിംഗ് സ്റ്റാഫും ടാർഗറ്റ് സ്റ്റാഫും. സെൽഫ് റീഡിംഗ് സ്റ്റാഫ് ഇസ് എ വൺ വിച്ച് ക്യാൻ ബി റെഡ് ഡയറക്ട്ലി ബൈ ദ ഇൻസ്ട്രുമെന്റ് മാൻ ത്രൂ ദി ടെലിസ്കോപ്പ്. അപ്പോൾ ടെലിസ്കോപ്പിലൂടെ തന്നെ നമുക്ക് ഈ ഇൻസ്ട്രുമെന്റിലൂടെ നോക്കുന്ന ആൾക്ക് തന്നെ അത് നോക്കി മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന വാല്യൂ ആണ്. ടാർഗറ്റ് സ്റ്റാഫ് എന്ന് പറയുന്നത് അവിടെ മൂവിങ് ടാർഗറ്റ്സ് ഉണ്ടാവും, ക്യാൻ ബി റെഡ് ബൈ ടേക്കൺ ബൈ സ്റ്റാഫ് മാൻ. അത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമല്ല. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ലെവലിംഗ് സ്റ്റാഫിന്റെ നമ്മൾ ഉപയോഗിക്കുന്ന മീൻസ് നമ്മുടെ ലാബിൽ ഉപയോഗിക്കുന്ന സാധനമല്ല, നമ്മൾ സെൽഫ് റീഡിംഗ് സ്റ്റാഫ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു സ്റ്റാഫ് കാണാൻ പറ്റും. സ്റ്റാഫിന്റെ ഒരു സൂംഡ് ഇമേജ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ കുറേ ബ്ലാക്ക് ലൈൻസ് കാണാൻ പറ്റും. ഓരോ ബ്ലാക്ക് ലൈനിന്റെ ഇടയിലും ഒരു വൈറ്റ് ഗ്യാപ്പ് ഉണ്ട്. ഓൾട്ടർനേറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ബ്ലാക്ക് ലൈൻ എന്ന് പറയുന്നത് ഇവിടെ 5 mm ആണ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. 5 mm ആണെന്ന് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, 5 mm. അപ്പോൾ നമുക്ക് ഒരു സെർട്ടൈൻ നമ്പർ ഓഫ് ബ്ലാക്ക് ലൈൻസ് വരുമ്പോൾ നമുക്ക് ഒരു mm നിന്ന് നമ്മൾ 5 mm, 10 mm, 15 അങ്ങനെ നമ്മൾ ഒരു മീറ്ററിലേക്ക് നമ്മൾ പോകുന്ന രീതിയിൽ 0.5, 1 എന്നുള്ള രീതിയിൽ നമ്മൾ വാല്യൂസ് അവിടെ നമുക്ക് ലെവലിംഗ് സ്റ്റാഫിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ ലാബിൽ വന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഈ ലെവലിംഗ് സ്റ്റാഫ് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ വാല്യൂസ് നോക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കാം, ചിലപ്പോൾ ബ്ലാക്ക്, ചിലപ്പോൾ ഓറഞ്ച് ആയിരിക്കാം, ഓറഞ്ചും ബ്ലാക്കും വൈറ്റിന്റെയും കോമ്പിനേഷൻ ആയിരിക്കാം, ചിലപ്പോൾ റെഡ് ആയിരിക്കാം കാണുന്നത്. 2 കളർ കോമ്പിനേഷനിൽ ഇത് നമുക്ക് കാണാൻ പറ്റും. ഈസ് ഓഫ് സൈറ്റിംഗ്, അതിന് വേണ്ടിയിട്ടാണ് ആ കളേഴ്സ് യൂസ് ചെയ്യുന്നത്. പച്ചയും നീലയൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം കാട്ടിൻ്റെ ഇടയിലൊക്കെ റീഡിംഗ് എടുക്കണമെങ്കിൽ നമുക്ക് പച്ച സ്റ്റാഫോ നീല കളറോ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ടാണ് വൈറ്റ് ബ്ലാക്ക് റെഡ് അല്ലെങ്കിൽ വൈറ്റ് ബ്ലാക്ക് ഓറഞ്ച് എന്ന ഫോമിലേക്ക് ലെവലിംഗ് സ്റ്റാഫിന്റെ കളേഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ലെവലിംഗ് സ്റ്റാഫ് 3 തരത്തിലുണ്ട്. സോളിഡ് സ്റ്റാഫ്, അതുപോലെ തന്നെ ടെലിസ്കോപ്പിക് സ്റ്റാഫ്, അതുപോലെ തന്നെ ഫോൾഡിംഗ് സ്റ്റാഫ്. നമ്മുടെ ലാബിൽ ഇരിക്കുന്നത് ടെലിസ്കോപ്പിക് സ്റ്റാഫാണ്. അതായത് നമുക്ക് വലിച്ചു നീട്ടാൻ പറ്റും. ഈ ട്രൈപോഡ് സ്റ്റാൻഡ്, ക്യാമറയൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ട്രൈപോഡിന്റെ സ്റ്റാൻഡ് ഇങ്ങനെ നമുക്കിങ്ങനെ അകത്തോട്ട് ഇടിച്ചിടിച്ച് കയറ്റിയിട്ട് ഈ 3 fold 5 fold കൊടയുടെ സ്റ്റാൻഡ് ഇങ്ങനെ അകത്തോട്ട് കയറ്റുന്നില്ലേ, അതുപോലെ നമുക്ക് തുറന്നെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റാഫാണ് ഉണ്ടാവാറ്. അതായത് കാണുമ്പോൾ 1 meter എന്ന് തോന്നും ഹൈറ്റ്, നമുക്ക് അതിനെ വലിച്ച് നീട്ടി നമുക്ക് 4 meter ഹൈറ്റ് വരെ വേണമെങ്കിൽ നീട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റാഫ് വരെ ഉണ്ട്. അതിനെയാണ് നമ്മൾ ടെലിസ്കോപ്പിക് സ്റ്റാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ടെലിസ്കോപ്പിക് സ്റ്റാഫാണ് നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ടേംസ് ആൻഡ് ഡെഫിനിഷൻസ് ആദ്യം നോക്കണം. സ്റ്റേഷൻ, പോയിന്റ് വേർ ദ റോഡ് ഇസ് ഹെൽഡ്. ഞാൻ റോഡ് വയ്ക്കുന്ന എവിടെയാണോ അതിനെയാണ് ഞാൻ സ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്. ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ്, ഫോർ എനി സെറ്റപ്പ് ഓഫ് ലെവൽ ദ ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ഇസ് എലിവേഷൻ ഓഫ് പ്ലെയിൻ ഓഫ് സൈറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ അസ്യൂംഡ് ഡേറ്റം. അസ്യൂംഡ് ഡേറ്റത്തിന്റെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് മീറ്റ് ചെയ്യുന്ന എലിവേഷൻ എത്രയാണോ അതിനെയാണ് നമ്മൾ ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. മനസ്സിലാവാൻ വഴിയില്ല. അതായത് എൻ്റെ അസ്യൂംഡ് ഡേറ്റം ഇവിടെയാണ്. എവിടെയാണ്, ഞാൻ അവിടെ ഒരു ലെവലിംഗ് സ്റ്റാഫ് കൊണ്ടുവച്ചു. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ട്രൈപോഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞാൻ സൈറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ലൈൻ ഓഫ് സൈറ്റ് വന്ന് ഇവിടെ മീറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ്. അസ്യൂംഡ് ഡേറ്റം 400 ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ എലിവേഷൻ ഇത് 2 meter ഹൈറ്റിലാണ് വന്ന് മീറ്റ് ചെയ്യുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ് 402. അതാണ് സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാക്ക് സൈറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഒരു ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ആദ്യം എടുക്കുന്ന റീഡിങ്ങിനെയാണ് നമ്മൾ ബാക്ക് സൈറ്റ് എന്ന് പറയുന്നത്. ഫോർ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ അവസാനം എടുക്കുന്ന റീഡിങ്ങിനെയാണ് നമ്മൾ ഫോർ സൈറ്റ് എന്ന് പറയുന്നത്. ഇന്റർമീഡിയറ്റ് സൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിൽ വരുന്ന ബാക്ക് സൈറ്റിന്റെയും ഫോർ സൈറ്റിന്റെയും ഇടയിൽ എടുക്കുന്ന റീഡിങ്സിനെയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് സൈറ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇന്റർമീഡിയറ്റ് സൈറ്റ് ഉണ്ടാവില്ല, ചിലപ്പോൾ n നമ്പർ ഓഫ് ഇന്റർമീഡിയറ്റ് സൈറ്റ് ഉണ്ടാവാം. ഞാനൊരു 10 റീഡിങ് ഒരു സ്റ്റേഷൻ പോയിന്റിൽ നിന്ന് എടുത്താൽ ആദ്യത്തെ റീഡിംഗ് ബാക്ക് സൈറ്റും അവസാനത്തെ റീഡിംഗ് ഫോർ സൈറ്റും ബാക്കിയുള്ള 8 എണ്ണവും ഇന്റർമീഡിയറ്റ് സൈറ്റ്. ഞാനൊരു 2 റീഡിംഗ് ഒരു സ്റ്റേഷൻ പോയിന്റ് എടുത്താൽ ആദ്യത്തെ റീഡിംഗ് ബാക്ക് സൈറ്റ്, അവസാനത്തെ റീഡിംഗ് ഫോർ സൈറ്റ്, ഇടയ്ക്ക് റീഡിംഗ് ഒന്നുമില്ല, അപ്പോൾ ഇന്റർമീഡിയറ്റ് സൈറ്റ് ഒന്നുമില്ല. അപ്പോൾ അതാണ് ബാക്ക് സൈറ്റ്, ഫോർ സൈറ്റ്, ഇന്റർമീഡിയറ്റ് സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് റിലേഷനും കൂടി ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ഇസ് ഈക്വൽ ടു റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ബെഞ്ച് മാർക്ക് പ്ലസ് ബാക്ക് സൈറ്റ്. ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ്, ഈ റിലേഷൻ ഓർത്ത് വയ്ക്കുക. ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ഇസ് ഈക്വൽ ടു റെഡ്യൂസ്ഡ് ലെവൽ പ്ലസ് ബാക്ക് സൈറ്റ്. ഓക്കെ,
ഇനി അടുത്ത റെഡ്യൂസ്ഡ് ലെവൽ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് മൈനസ് ഫോർ സൈറ്റോ ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് മൈനസ് ഇന്റർമീഡിയറ്റ് സൈറ്റോ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന റിലേഷൻ. ഓക്കെ, ഈ റിലേഷൻ ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടാണ് ആ ടേബിൾ ഒബ്റ്റെയിൻ ചെയ്തത്. ഈ റിലേഷനും കൂടി ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്, കാരണം അതില്ലാതെ നമുക്ക് പറ്റില്ല. കാണാതെ പഠിക്കണ്ട, പക്ഷെ അത് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ, ഞാനിവിടെ ഒരു ബ്ലാങ്ക് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫോളോയിങ് സ്റ്റാഫ് റീഡിംഗ് വെയർ ഒബ്സർവ്ഡ് സക്സസീവ്ലി വിത്ത് എ ലെവൽ ഓഫ് ഇൻസ്ട്രുമെന്റ് ഹാവിംഗ്, നമ്മൾ ക്ലാസ് ചെയ്തതാണ്, ഞാൻ എന്തായാലും ഒന്നുകൂടെ പറയുക. ഫോളോയിങ് സ്റ്റാഫ് റീഡിംഗ് വെയർ ഒബ്സർവ്ഡ് സക്സസീവ്ലി വിത്ത് എ ലെവൽ the instrument having moved after 3rd, 6th and 8th reading. Calculate the reduced level of a point if the first reading was taken with a staff held on benchmark of 432.384 meter. Solve using height of the instrument method and rise and fall method. Height of the instrument method ആണ് നമ്മൾ ക്ലാസ്സിൽ ചെയ്തത്. റൈസ് ആൻഡ് ഫോളും കൂടി ചേർത്തായിരിക്കും ഞാൻ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ പറഞ്ഞതിന് ശേഷം നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാനുണ്ട്. രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ ഇതേ ആസ്പെക്റ്റിൽ നമ്മൾ രണ്ട് മെത്തേഡിലൂടെ നമ്മൾ നോക്കുന്നു, സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റേഷൻ, നമുക്ക് സ്റ്റാഫ് വയ്ക്കുന്ന സ്റ്റേഷനെ ഞാൻ വെറും സ്റ്റേഷൻ എന്ന് പറയാൻ പോവാണ്. അതായത് ലെവലിംഗ് സ്റ്റാഫ് വയ്ക്കുന്ന പോയിന്റുകളെയെല്ലാം ഞാൻ സ്റ്റേഷൻ എന്ന ടേം ഉപയോഗിച്ചാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ഡംപി ലെവൽ വയ്ക്കുന്ന പോയിന്റുകളെയെല്ലാം ഞാൻ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ എന്നാണ് പറയാൻ പോകുന്നത്, എൻ്റെ ഇൻസ്ട്രുമെന്റ് വയ്ക്കുന്ന സ്ഥലം. ഓക്കെ, ആ ടെർമിനോളജീസ് ഞാൻ അങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കിവിടെ കുറേ ലെവൽ വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോ 1 2 3 4 5 6 7 8 9 10 അല്ലെ, 10 വാല്യൂസ് ഉണ്ട്. അപ്പോൾ 10 സ്റ്റേഷൻ ഉണ്ടെന്ന് അർത്ഥമല്ല, 10 ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ ഉണ്ടെന്നും അർത്ഥമില്ല. അത് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് നമ്പർ ഓഫ് റീഡിങ്സ് വെച്ചിട്ട് നമുക്ക് എത്ര സ്റ്റേഷൻ ഉണ്ടെന്നോ എത്ര ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ ഉണ്ടെന്നോ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ എത്രയുണ്ടെന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയാം, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ മൂവ് ചെയ്യുന്നത് നമ്മൾ വാല്യൂസിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ 3rd, 6th, 8th റീഡിംഗ് കഴിഞ്ഞിട്ട് മൂവ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് 3rd റീഡിംഗ് കഴിഞ്ഞ് ഒരു ലൈൻ അങ്ങ് വരയ്ക്കുക, 6th റീഡിംഗ് കഴിഞ്ഞ് ഒരു ലൈൻ അങ്ങ് വരയ്ക്കുക, 8th റീഡിംഗ് കഴിഞ്ഞ് ലൈൻ അങ്ങ് വരയ്ക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ വരച്ചാൽ മതി. അപ്പോൾ ഈ ഒരു സ്പ്ലിറ്റ് നമുക്ക് അറിയാം. ഈ ഒരു സ്പ്ലിറ്റ്, അതായത് ആദ്യത്തെ 3 റീഡിംഗ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ മാറ്റി, പിന്നെ ഒരു 3 റീഡിംഗ് കഴിഞ്ഞു, 6ാമത്തെ റീഡിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ മാറ്റി, 8ാമത്തെ റീഡിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ മാറ്റി. അപ്പോൾ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ എന്തിനാണ് മാറ്റുന്നത്? അപ്പോൾ ഞാൻ ഒരു ലാൻഡിൽ അതിന്റെ ലെവലിംഗ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം ആ ലാൻഡിൽ വന്നു. ആ ലാൻഡിൽ വരുമ്പോൾ ആ ലാൻഡിലെ ഏതെങ്കിലും ഒരു പോയിന്റ് എനിക്ക് ബെഞ്ച് മാർക്കായിട്ട് സെറ്റ് ചെയ്തേ പറ്റൂ, അല്ലെ? ഫസ്റ്റ്, എന്നാലേ എനിക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. എനിക്കൊരു റെഫറൻസ് പോയിന്റ് വേണം ആ ലാൻഡില്. അപ്പോൾ ഒരു ബെഞ്ച് മാർക്ക് പോയിന്റ് വേണം. അപ്പോൾ ആ ബെഞ്ച് മാർക്ക് നമുക്ക് തരണം. നമുക്ക് സർവേ ചെയ്യാൻ വരുമ്പോൾ നമ്മുടെ അടുത്ത് സർവേ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ഫേം ആരാണോ ആ ഫേം നമുക്ക് ഒരു ബെഞ്ച് മാർക്ക് തരണം. ആ ഫേം നമുക്ക് ബെഞ്ച് മാർക്ക് തന്നില്ലെങ്കിൽ നമ്മളായിട്ട് തന്നെ ഒരു ബെഞ്ച് മാർക്ക് കണ്ടുപിടിക്കണം. ബെഞ്ച് മാർക്ക് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കൊരു ഡാറ്റം വേണം, ഒരു റെഫറൻസ് വേണം. അപ്പോൾ ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്ത് ഞാൻ സർവേ ചെയ്യാൻ വരുവാണ്. ഞാൻ ബെഞ്ച് മാർക്ക് എടുക്കാൻ വേണ്ടി എനിക്കൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കും എടുക്കുന്നത്. റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമാണ് ഞാൻ ഡാറ്റമായിട്ട് എടുക്കുന്നത്. അതിന്റെ ബേസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ബെഞ്ച് മാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യും. പക്ഷേ എനിക്ക് എൻ്റെ സ്ഥലത്ത് നിന്ന് റെയിൽവേ സ്റ്റേഷനിലെ ഡാറ്റം പോയിന്റ് എനിക്ക് കാണാൻ പറ്റണം. ഡാറ്റം പോയിന്റ് കാണാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ആ ബെഞ്ച് മാർക്കിന്റെ വാല്യൂ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് തൽക്കാലം നമുക്ക് അസ്യൂം ചെയ്യാം. അല്ലെങ്കിൽ ഞാനൊരു വേറൊരു റാൻഡം ഡാറ്റ അസ്യൂം ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ബെഞ്ച് മാർക്ക് പോയിന്റ് തന്നിട്ടുണ്ട്. വാല്യൂ എന്ന് പറയുന്നത് 432.384 മീറ്റർ ആണ്. നമുക്ക് തൽക്കാലം മുംബൈയുടെ മീൻ സീ ലെവലിൽ നിന്ന്, സമുദ്രനിരപ്പിൽ നിന്ന് 432.384 മീറ്റർ ഹൈറ്റിലാണ് എൻ്റെ ഒരു പോയിന്റ് ഇരിക്കുന്നത് നമുക്ക് തൽക്കാലം സങ്കല്പിക്കാം. അപ്പോൾ ഫസ്റ്റ് റീഡിംഗ് വാസ് ടേക്കൺ വിത്ത് സ്റ്റാഫ് ഹെൽഡ് ഓൺ ബെഞ്ച് മാർക്ക് ഓഫ് 432.384. അപ്പോൾ ബെഞ്ച് മാർക്ക് തന്ന പോയിന്റിലാണ് ഞാൻ ആദ്യമായിട്ട് ലെവലിംഗ് സ്റ്റാഫ് കൊണ്ട് വയ്ക്കാൻ പോകുന്നത് എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലെവലിംഗ് സ്റ്റാഫ് പിടിക്കുന്നത്
ബെഞ്ച് മാർക്ക് ഉള്ള പോയിന്റിൽ പിടിച്ചാണ് തുടങ്ങുന്നത് എന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ സർവേ ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഈ 10 റീഡിംഗ് എന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യന് തന്നിരിക്കുന്നതാണ്. നമുക്ക് എത്രത്തോളം നമ്പർ ഓഫ് റീഡിങ്സ് എടുക്കാൻ പറ്റുമോ അത്രത്തോളം ആക്യുറേറ്റ് ആയിക്കൊണ്ടിരിക്കും നമ്മുടെ ലെവൽ മാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇനി ഇൻസ്ട്രുമെന്റ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ട് വയ്ക്കണം. ഇൻസ്ട്രുമെന്റ് ഞാൻ എന്റെ ലാൻഡിൽ എവിടെ കൊണ്ട് വെക്കും? എന്തായാലും ഞാൻ ഇൻസ്ട്രുമെന്റ് വയ്ക്കുന്ന സ്ഥലത്ത് നിന്ന് ടെലിസ്കോപ്പിലൂടെ നോക്കിയാൽ എനിക്ക് ബെഞ്ച് മാർക്ക് കാണാൻ പറ്റണം. അത് മസ്റ്റ്. ബെഞ്ച് മാർക്ക് കാണാൻ പറ്റണം. അതിന് മുന്നേ തന്നെ എനിക്ക് ഏതൊക്കെ പോയിന്റിലെ വാല്യൂസ് വേണമെന്ന് ഞാൻ റഫായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അതൊരു എക്സ്പീരിയൻസ്ഡ് സർവേയറിന് ആ ലാൻഡ് നോക്കിയിട്ട് ഏറ്റവും താഴ്ന്ന പോയിന്റ്, ഉദ്ദേശം ഏറ്റവും പൊങ്ങി നിൽക്കുന്ന പോയിന്റ്സ് ഒക്കെ നോക്കിയിട്ട് അവിടെ എല്ലാം എടുക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ കുറെ പോയിന്റ്സ് നോക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ലെവലിംഗ് സ്റ്റാഫ് ഒരു സ്ഥലത്ത് കൊണ്ട് വയ്ക്കും, സച്ച് ദാറ്റ് എനിക്ക് മാക്സിമം നമ്പർ ഓഫ് പോയിന്റ്സ് എന്നിട്ട് ഞാൻ എൻ്റെ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ ഒരു സ്ഥലത്ത് കൊണ്ട് വയ്ക്കും, സച്ച് ദാറ്റ് എനിക്ക് മാക്സിമം നമ്പർ ഓഫ് പോയിന്റ്സ്, മാക്സിമം നമ്പർ ഓഫ് സ്റ്റേഷൻസ് എൻ്റെ കറണ്ട് ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ പോയിന്റ് ഞാൻ ചൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എൻ്റെ ആദ്യത്തെ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ പോയിന്റിൽ നിന്ന് എനിക്ക് 3 സ്ഥലത്തെ വാല്യൂ ആണ് കാണാൻ പറ്റിയത്. രണ്ടാമത്തെ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ പോയിന്റിൽ നിന്നും എനിക്ക് 3 സ്ഥലത്തെ വാല്യൂ ആണ് കാണാൻ പറ്റിയത്. മൂന്നാമത്തെ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ പോയിന്റിൽ നിന്ന് എനിക്ക് 2 സ്ഥലത്തെ വാല്യൂ ആണ് കാണാൻ പറ്റിയത്. ഫൈനൽ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ പോയിന്റിൽ നിന്ന് എനിക്ക് 2 വാല്യൂ കിട്ടി. അതായത് ഞാൻ 4 എൻ്റെ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്നുള്ള ഒരു കൺക്ലൂഷൻ. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് സ്റ്റേഷൻ പോയിന്റ് 1, ഇവിടത്തെ റെഡ്യൂസ്ഡ് ലെവൽ തന്നിട്ടുണ്ട്. ഇവിടത്തെ റെഡ്യൂസ്ഡ് ലെവലാണ്. അവിടെയാണ് ഞാൻ ആദ്യം എൻ്റെ ലെവലിംഗ് സ്റ്റാഫ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അവിടുത്തെ റെഡ്യൂസ് ലെവൽ എൻ്റെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, വിച്ച് ഇസ് 432.384. അപ്പോൾ ഞാൻ മൗസ് എവിടെ, 432.384 ഞാൻ എൻ്റെ ഫസ്റ്റ് സ്റ്റേഷൻ പോയിന്റിന്റെ റെഡ്യൂസ് ലെവലിന്റെ അവിടെ എഴുതും, വിച്ച് ഇസ് മൈ ബെഞ്ച് മാർക്ക്. റിമാർക്കിൽ ഞാൻ ബെഞ്ച് മാർക്ക് എന്ന് എഴുതും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേഷൻ പോയിന്റിന്റെ റെഡ്യൂസ് ലെവൽ ഉണ്ട്. എൻ്റെ ഇൻസ്ട്രുമെന്റ് ഇവിടെ അല്ല വയ്ക്കുന്നത്, എൻ്റെ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ വേറെ എവിടെയോ ആണ്. എൻ്റെ സ്റ്റേഷൻ പോയിന്റിന്റെ റെഡ്യൂസ് ലെവലാണ് ഉള്ളത്. എന്നിട്ട് എൻ്റെ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ ഒരു സ്ഥലത്ത് കൊണ്ട് വച്ചിട്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് സ്റ്റേഷൻ പോയിന്റിലോട്ട് ആദ്യം ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ അവിടെ കൊണ്ട് വയ്ക്കും, ലെവലിംഗ് അപ്പ് ചെയ്യും, സെറ്റിംഗ് അപ്പ് ചെയ്യും, ലെവലിംഗ് അപ്പ് ചെയ്യും, പാരലാക്സ് എലിമിനേറ്റ് ചെയ്ത് ആ ഇൻസ്ട്രുമെന്റിനെ അവിടെ റെഡി ആക്കിയിട്ട് ഞാൻ സ്റ്റേഷൻ 1 ആ ലെവലിംഗ് സ്റ്റാഫ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളെ ഞാൻ നോക്കുമ്പോൾ എനിക്കൊരു റീഡിംഗ് കാണാൻ പറ്റും ലെവലിംഗ് സ്റ്റാഫിൽ നിന്ന്. അതാണ് എൻ്റെ ബാക്ക് സൈറ്റ്. ഞാൻ എൻ്റെ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനിൽ നിന്ന് ആദ്യം എടുക്കുന്ന റീഡിങ് ബാക്ക് സൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ 2.228 ആണ് ഫസ്റ്റ് വാല്യൂ എന്ന് തന്നിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് സ്റ്റേഷന്റെ വാല്യൂ 2.228. അത് ഞാൻ ബാക്ക് സൈറ്റിന്റെ അവിടെ എഴുതും, 2.228. അപ്പൊ അടുത്ത് എനിക്കറിയാം ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ഇസ് ഈക്വൽ ടു റെഡ്യൂസ്ഡ് ലെവൽ പ്ലസ് ബാക്ക് സൈറ്റ്. റെഡ്യൂസ്ഡ് ലെവൽ പ്ലസ് ബാക്ക് സൈറ്റ് ആണ്. അതായത് എൻ്റെ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷന്റെ ലൈൻ ഓഫ് സൈറ്റ് എന്ന് മീറ്റ് ചെയ്യുന്നു. അത് 2.228 എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് 432 പ്ലസ് 3.384 പ്ലസ് 2.228. അതിൻ്റെ ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് കിട്ടും, വിച്ച് ഇസ് മൗസ്, വിച്ച് ഇസ് അതിൻ്റെ കേഴ്സർ ഒന്ന് വലുതാകും, 434.612. ഓക്കെ, ഓരോ വാല്യൂവും കറക്റ്റായിട്ട് തന്നെ എഴുതുക. ഇനി അടുത്തത് എല്ലാ സ്റ്റേഷൻ പോയിന്റിന്റെയും റെഡ്യൂസ് ലെവൽ എനിക്ക് ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ റിക്വയർമെന്റ്. സ്റ്റേഷൻ 1ന്റെ റെഡ്യൂസ് ലെവൽ ബെഞ്ച് മാർക്ക് ആയിട്ട് തന്നിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ്റെ അതേ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ സ്റ്റേഷൻ 2ലേക്ക് നോക്കും. സ്റ്റേഷൻ 2ലേക്ക് നോക്കുമ്പോൾ എനിക്ക് 1.606 ആണ് വാല്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് എൻ്റെ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ എടുക്കുന്ന ലാസ്റ്റ് വാല്യൂ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അത് കഴിഞ്ഞിട്ട് ഒരു വാല്യൂവും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ 1.606 എന്ന് പറയുന്നത് എൻ്റെ ഫോർസൈറ്റ് അല്ല, ഇന്റർമീഡിയറ്റ് സൈറ്റ് ആണ്. അത് സ്റ്റേഷൻ 2ലേക്ക് ആയതുകൊണ്ട് ഞാൻ 1.606 ഇവിടെ എഴുതും. 1.606 കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് എനിക്ക് ഓൾറെഡി ഉണ്ട്. അതായത് ഞാൻ ഈ 434.612 എന്ന് പറയുന്നത് എൻ്റെ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷന്റെ ഹൈറ്റ് വിത്ത് റെസ്പെക്ട് ടു സ്റ്റേഷൻ പോയിന്റ് 1. അപ്പോൾ എൻ്റെ സ്റ്റേഷൻ പോയിന്റ് 2ന്റെ റെഡ്യൂസ്ഡ് ലെവൽ എന്ന് പറഞ്ഞാൽ
ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് മൈനസ് 1.606. 434.612 മൈനസ് 1.606. അപ്പോൾ 433.006 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ ഇവിടെ ഇരിക്കുവാണ്. ഇതൊരു കുഴിയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, എൻ്റെ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ ഇവിടെ ഇരിക്കുവാണ്. ഓക്കെ, എൻ്റെ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ്റെ ലൈൻ ഓഫ് സൈറ്റ് ഇങ്ങനെയാണ് പോകുന്നത്. തൽക്കാലം നമുക്ക് ഇങ്ങനെ സങ്കല്പിക്കാം. ഇതെൻ്റെ സ്റ്റേഷൻ പോയിന്റ്. ഇവിടെ ഞാൻ ഒരു ലെവലിംഗ് സ്റ്റാഫ് പിടിച്ചു. അപ്പോൾ ഇവിടെ വന്ന് മീറ്റ് ചെയ്തു ലൈൻ ഓഫ് സൈറ്റ്. ഇത് 2.228 വന്ന് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഞാനൊരു സ്റ്റേഷൻ ലെവലിംഗ് സ്റ്റാഫ് പിടിച്ചു. അപ്പോൾ ഇത് 1.606 വന്ന് മീറ്റ് ചെയ്യുന്നത്. കാരണം ഇത്ര 1.606 ഹൈറ്റ് ഈ ഒരു പോർഷൻ ഉള്ളൂ. ഈ പോർഷന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2.228 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും സ്റ്റേഷൻ പോയിന്റ് 2 എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഹൈറ്റിൽ ഇരിക്കുന്ന സ്റ്റേഷൻ പോയിന്റ് ആണ്. സ്റ്റേഷൻ പോയിന്റ് 1 കുറച്ചും കൂടെ കുഴിയിലാണ് ഇരിക്കുന്നത്. അതാണ് ആ വാല്യൂവിൽ നിന്ന് എനിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. കാരണം ഞാൻ ഈ സാധനത്തിന് അനക്കില്ല, ഇതിനെ ജസ്റ്റ് കറക്കത്തെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിടന്ന് ഈ ടെലിസ്കോപ്പ് കിടന്ന് കറങ്ങത്തേ ഉള്ളൂ. അത് ഹൈറ്റ് കൂടത്തില്ല. അത് ലൈൻ ഓഫ് സൈറ്റ് ആ ഒരു ഒറ്റ ഹൊറിസോണ്ടൽ പ്ലെയിനിലൂടെ പോകുന്നുള്ളൂ. 360 ഡിഗ്രിയിൽ ഏത് ഡയറക്ഷനിലാണോ പോവാമെങ്കിലും അതുപോലെ ഒരു പ്ലെയിനിലൂടെ ആ ലൈൻ ഓഫ് സൈറ്റ് പോകുന്നുള്ളൂ. അപ്പോൾ 1.606 കിട്ടി. അപ്പം ആ സ്റ്റേഷൻ പോയിന്റ് 2 കുറച്ചും കൂടെ പൊക്കത്തിൽ നിൽക്കുന്ന പോയിന്റ് ആണെന്ന് എനിക്ക് ആ റീഡിങ്ങിൽ നിന്ന് മനസ്സിലാവും, കമ്പയർ ടു സ്റ്റേഷൻ പോയിന്റ് 1. ഇനി അടുത്തത് 0.988 ആണ് എൻ്റെ സ്റ്റേഷൻ പോയിന്റ് 3യിലെ വാല്യൂ. ഇത് എൻ്റെ ലാസ്റ്റ് റീഡിംഗ് ആണ്. കാരണം അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ മാറ്റുന്നുണ്ട്. അപ്പോൾ 0.988 ഞാൻ സ്റ്റേഷൻ പോയിന്റ് 3ന്റെ 4 സൈറ്റിലാണ് 0.98. അവിടുത്തെ റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കാം. 434.612 മൈനസ് 0.988 ചെയ്യുമ്പോഴത്തേക്കും സ്റ്റേഷൻ പോയിന്റ് 3ന്റെ റെഡ്യൂസ് ലെവൽ 433.624 കിട്ടും. 433.624. ഇങ്ങനെ റെഡ്യൂസ് ലെവൽ കൂടുകയാണ്. അതായത് സ്റ്റേഷൻ പോയിന്റ് 3 കുറച്ചും കൂടെ മുകളിൽ നിൽക്കുന്ന പോയിന്റ് ആണ്. സ്റ്റേഷൻ പോയിന്റ് 3 സ്റ്റേഷൻ പോയിന്റ് 1നെയും 2നേക്കാൾ മുകളിലോട്ട് നിൽക്കുന്ന ഒരു പോയിന്റ് ആണ്. എന്നിട്ട് ഞാൻ എൻ്റെ ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു പുതിയൊരു സ്ഥലത്ത് കൊണ്ടുവച്ചു. എൻ്റെ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ പുതിയ എയിൽ നിന്ന് ബിയിലേക്ക് പോയി. ഇൻസ്ട്രുമെന്റ് നമ്മൾ വൺസ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റീഡിങ്ങുമായിട്ട് ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ പുതിയ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനിൽ നിന്ന് ആദ്യം എടുക്കുന്ന റീഡിംഗ് ബാക്ക് സൈറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ 2.090 എന്ന് പറയുന്നത് എൻ്റെ ബാക്ക് സൈറ്റ് ആണ്. പക്ഷേ അത് എവിടെ ഞാൻ എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ എയിൽ നിന്ന് ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ബിയിൽ നിന്ന് എടുക്കുന്ന ആദ്യത്തെ റീഡിംഗ് എന്ന് പറയുന്നത് എയിൽ നിന്ന് എടുത്ത അവസാനത്തെ സ്റ്റേഷനിലോട്ടുള്ള റീഡിംഗ് തന്നെ ആയിരിക്കണം. എന്നാലേ കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. എയിൽ നിന്ന് സ്റ്റേഷൻ പോയിന്റ് 3യിൽ നോക്കിയാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ബിയിലേക്ക് ഇൻസ്ട്രുമെന്റ് കൊണ്ടുവച്ചിട്ട് ആദ്യം എടുക്കുന്നത് സ്റ്റേഷൻ പോയിന്റ് 3യിലേക്ക് തന്നെ ആയിരിക്കണം. അപ്പൊ സ്റ്റേഷൻ പോയിന്റ് 3യിൽ എടുത്തിരിക്കുന്ന വാല്യൂ ആണ് 2.09. അതെങ്ങനെ സ്റ്റേഷൻ പോയിന്റ് 3യിൽ 2 വാല്യൂ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് വരാം. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷന്റെ ഹൈറ്റ് മാറി. നമ്മൾ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ കൊണ്ട് വയ്ക്കുന്ന പുതിയ സ്ഥലവും ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ പഴയ സ്ഥലവും ഒരേ ഹൈറ്റിൽ തന്നെ ആവണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. അത് ഇനി ഒരേ ഹൈറ്റിലാണെങ്കിൽ തന്നെ ചിലപ്പോൾ നമ്മൾ സ്റ്റാൻഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ ഹൈറ്റ് വ്യത്യാസം വരാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് 2 റീഡിംഗ് കിട്ടാം. പോസിബിൾ തന്നെയാണ്, അങ്ങനെ 2 റീഡിംഗേ കിട്ടൂ. അപ്പൊ 2.090 എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് എൻ്റെ സ്റ്റേഷൻ 3യിലെ ബാക്ക് സൈറ്റ് ആണ്. അപ്പൊ ഞാനിവിടെ 2.090 എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ ഇടും. ഓക്കെ, സ്റ്റേഷൻ 3. എന്നിട്ട് ഞാൻ അടുത്ത റീഡിംഗ് നോക്കുവാണ്. അടുത്ത റീഡിംഗ് എന്ന് പറയുന്നത് 2.864. അത് അവിടുത്തെ ലാസ്റ്റ് റീഡിംഗ് അല്ല. അപ്പൊ അതെന്റെ ഇന്റർമീഡിയറ്റ് സൈറ്റ് ആണ്. 2.864. അതിനു മുന്നേ എനിക്ക് ഇവിടെ നിന്ന് സ്റ്റേഷൻ രണ്ടാമത്തെ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ബാക്ക് സൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് റെഡ്യൂസ്ഡ് ലെവൽ പ്ലസ് ബാക്ക് സൈറ്റ് ചെയ്താൽ 433.624 പ്ലസ് 2.090 ചെയ്താൽ എനിക്ക് ഇവിടുത്തെ ഹൈറ്റ് കിട്ടും. എൻ്റെ പുതിയ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ ബിയുടെ ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് കിട്ടും. കമ്പയർ ടു ആ ഡാറ്റവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടും. എന്നിട്ട് ഈ 435ൽ നിന്ന് 2.864 കുറച്ച് കഴിഞ്ഞാൽ എനിക്ക്
സ്റ്റേഷൻ പോയിന്റ് 4ന്റെ റെഡ്യൂസ് ലെവൽ കിട്ടും. 435.714 മൈനസ് 2.864 ചെയ്യുമ്പോൾ 432.85 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത റീഡിംഗ് എന്ന് പറയുന്നത് 1.262. അതെന്റെ ലാസ്റ്റ് റീഡിംഗ് ആണ്. അപ്പോൾ അതിന്റെ ഫോർസൈറ്റ് ആണ് 1.262. 435.714 നിന്ന് 1.262 കുറച്ചാൽ എനിക്ക് അവിടുത്തെ റെഡ്യൂസ് ലെവൽ കിട്ടും, which is 434.452. ഓക്കെ, ഞാൻ വീണ്ടും ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും 5ാമത്തെ സ്റ്റേഷനിൽ തന്നെ എടുക്കുന്നു. പക്ഷേ ദാറ്റ് ഇസ് മൈ ബാക്ക് സൈഡ് പോയിന്റ്. മൗസ് അവിടെ 0.602. അത് കഴിഞ്ഞ് ഞാൻ എടുക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് 1.982 ആണ്. അത് ലാസ്റ്റ് റീഡിംഗ് ആണ്. അപ്പോൾ അത് നേരെ ഫോർസൈറ്റിൽ പോകും. 1.982. ഇവിടുത്തെ ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിക്കാം. 434.452 പ്ലസ് 0.602 435.054 മൈനസ് 1.982 433.072. അടുത്ത റീഡിംഗ് 1.044. അത് ബാക്ക് സൈറ്റ് ആണ്. 1.044 433.072 പ്ലസ് 1.044 ചെയ്യുമ്പോൾ ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് കിട്ടും 434.116. അപ്പോൾ 4 ഡിഫറെന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ പോയിന്റ്സ് ഉണ്ട്, ABCD. അതിന്റെ 4ന്റെ ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ്സ് കിട്ടും. ബാക്കി റോ ഒന്നും ഫിൽ ആവില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ലാസ്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത് 2.684, which is my 7th സ്റ്റേഷൻ. അത് ഫോർസൈറ്റ് ആണ്. 2.684 കുറച്ച് കഴിഞ്ഞാൽ 431.432. സം ഓഫ് ബാക്ക് സൈറ്റ് മൈനസ് സം ഓഫ് ഫോർസൈറ്റ് എടുക്കുക. സം ഓഫ് ബാക്ക് സൈറ്റ് മൈനസ് സം ഓഫ് ഫോർസൈറ്റ് എടുക്കുക. 2.228 plus 2.090 plus 0.602 plus 1.044 minus 0.988 minus 1.362 minus 1.982 minus 2.684 1.362 അല്ല 1.262 1.262 ആണ്. 1.262. ഓക്കെ, അപ്പോൾ സം ഓഫ് ബാക്ക് സൈഡ് മൈനസ് സം ഓഫ് ഫോർ സൈറ്റ് എന്ന് പറയുന്നത് എനിക്ക് -0.952 കിട്ടും. -0.952. ഇനി ഇവിടെ റെഡ്യൂസ് ലെവൽ, ഫസ്റ്റ് റെഡ്യൂസ് ലെവൽ മൈനസ് ലാസ്റ്റ് റെഡ്യൂസ് ലെവൽ, ലാസ്റ്റ് മൈനസ് ഫസ്റ്റ്. 431 മൈനസ് 432 മൈനസ് 432.384 ചെയ്യുമ്പോഴത്തേക്കും -0.952 കിട്ടും. അപ്പോൾ ഇതാണ് ചെക്ക്. സം ഓഫ് ബാക്ക് സൈഡ് മൈനസ് സം ഓഫ് ഫോർ സൈഡ് ഇസ് ഈക്വൽ ടു ലാസ്റ്റ് റെഡ്യൂസ് ലെവൽ മൈനസ് ഫസ്റ്റ് റെഡ്യൂസ് ലെവൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് സെയിം ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ടേബിൾ കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കൺക്ലൂഷൻ, എൻ്റെ 7 സ്റ്റേഷൻ്റെയും റെഡ്യൂസ് ലെവൽ വാല്യൂസ് എനിക്ക് കിട്ടി. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഹൈറ്റിൽ നിൽക്കുന്ന സ്റ്റേഷൻ ഏതാണ്? സ്റ്റേഷൻ 5 ആണ്. കാരണം അവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 434.452. ഏറ്റവും പൊക്കത്തിലുള്ള പോയിന്റ് അതാണ്. ഏറ്റവും താഴത്ത് നിൽക്കുന്ന പോയിന്റ് ഏതാണ്? 431.432 താഴത്ത് നിൽക്കുന്ന പോയിന്റ്. അപ്പോൾ അവിടെ ഹൈറ്റ് ഡിഫറൻസ്, ആ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് എന്തുവാണ്? 434.452 മൈനസ് 431.432, 3.02 മീറ്റർ. അപ്പോൾ 3.02 മീറ്ററിന്റെ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട് അവിടുത്തെ ഏറ്റവും താഴ്ചയുള്ള പോയിന്റും ഏറ്റവും പൊക്കത്ത് നിൽക്കുന്ന പോയിന്റും. ജനറലി പറഞ്ഞാൽ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു നില ബിൽഡിങ്ങിന്റെ ഹൈറ്റ് വ്യത്യാസം അവിടെ വരുന്നുണ്ട് രണ്ട് പോയിന്റ് തമ്മിൽ. അപ്പൊ കാര്യമായിട്ട് മണ്ണ് നികത്തലും മണ്ണ് ഫില്ലിങ്ങും നമുക്ക് അവിടെ വേണ്ടി വരും ആ സർഫസിനെ ലെവലാക്കി എടുക്കാൻ എന്നുള്ള ഒരു കൺക്ലൂഷൻ നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണ്? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ റൈസ് ആൻഡ് ഫോൾ മെത്തേഡും കൂടി ഞാൻ ഇതേ ക്വസ്റ്റ്യനിൽ പറയാം. റൈസ് ആൻഡ് ഫോൾ മെത്തേഡും ശ്രദ്ധിക്കുക. നമ്മൾ റൈസ് ആൻഡ് ഫോൾ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ബാക്ക് സൈറ്റ്, ഇന്റർമീഡിയറ്റ് സൈറ്റ്, ഫോർ സൈറ്റ്, ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ്, റെഡ്യൂസ്ഡ് ലെവൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ
കോളം ഉണ്ടാക്കുന്നു ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് മെത്തേഡിൽ. ഇനി റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് എന്ന് പറയുമ്പോൾ അവിടെ ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്ന കോളം വരില്ല, പകരം റൈസും ഫോളും എന്ന് പറഞ്ഞിട്ട് രണ്ട് സെപ്പറേറ്റ് കോളം വരും. റൈസും ഫോളും എന്ന് പറഞ്ഞിട്ട് രണ്ട് സെപ്പറേറ്റ് കോളം വരും. ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് നമ്മൾ അവിടെ കണ്ടുപിടിക്കുന്നേ ഇല്ല, കാരണം ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് നമുക്ക് വേണ്ട, നമുക്ക് എല്ലാ സ്റ്റേഷൻ പോയിന്റിന്റെയും റെഡ്യൂസ്ഡ് ലെവൽ കിട്ടിയാൽ മതി. ആദ്യത്തെ മെത്തേഡിൽ റെഡ്യൂസ്ഡ് ലെവൽ കണ്ടുപിടിക്കാൻ നമുക്ക് ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്ന ടേം നമുക്ക് യൂസ് ചെയ്യേണ്ടി വന്നു. ഇത്തവണ നമ്മൾ അതില്ലാതെ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ബാക്ക് സൈറ്റ്, ഇന്റർമീഡിയറ്റ് സൈറ്റ്, ഫോർ സൈറ്റ് എല്ലാം കറക്റ്റ് ആയിട്ട് എഴുതുന്നതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല. സ്റ്റേഷൻ പോയിന്റ് ഷിഫ്റ്റ് ആവുന്നത് തേർഡും സിക്സ്തും എയ്ത്തും റീഡിങ് കഴിഞ്ഞിട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാക്ക് സൈറ്റ്, ഇന്റർമീഡിയറ്റ് സൈറ്റ്, ഫോർ സൈറ്റ് എല്ലാം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ പഴയ മെത്തേഡിൽ നമ്മൾ എങ്ങനെ എഴുതിയോ അതേപോലെ തന്നെ ഇവിടെയും വരത്തുള്ളൂ. ഇനി നമ്മൾ റൈസും ഫോളും നോക്കുകയാണ്. അപ്പോൾ സ്റ്റേഷൻ 1ഉം സ്റ്റേഷൻ 2ഉം തമ്മിലുള്ള വാല്യൂ വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തുവാണ്? 2.228 മൈനസ് 1.606, 0.622. അപ്പൊ ഇതിൽ സ്റ്റേഷൻ 1 ആണോ സ്റ്റേഷൻ 2 ആണോ പൊക്കത്തിൽ നിൽക്കുന്നത്? സ്റ്റേഷൻ 1ൽ നിന്ന് ഞാൻ സ്റ്റേഷൻ 2ലേക്ക് പോകുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് സ്റ്റേഷൻ 2 ആണ് പൊക്കത്തിൽ നിൽക്കുന്നത്. അതായത് സ്റ്റേഷൻ 1ൽ നിന്ന് സ്റ്റേഷൻ 2ലേക്ക് പോകുമ്പോൾ 0.622ന്റെ ഒരു റൈസ് അവിടെ ഉണ്ടായി. അപ്പൊ ഞാൻ റൈസിന്റെ അവിടെ 0.622 എഴുതും. 0.622 റൈസ്. അപ്പോൾ റെഡ്യൂസ്ഡ് ലെവൽ എനിക്ക് ഇവിടെ ഉണ്ട് 432.384. സ്റ്റേഷൻ 1ന്റെ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് 0.622ന്റെ റൈസ്. അപ്പോൾ 432.384ന്റെ കൂടെ 0.622 കണ്ടുപിടിക്കുമ്പോൾ 432.384ന്റെ കൂടെ 0.622 ആഡ് ചെയ്യും. 432.3 കിട്ടും. ഞാൻ പിന്നെ എല്ലാവരും കൂടെ ഞാൻ കാൽക്കുലേറ്ററും കൂടെ ചെയ്ത് ഞാൻ ഒന്നും കൂടി ഒന്ന് ഉറപ്പ് വരുത്തുന്നു എന്ന് മാത്രം. 384 പ്ലസ് 0.622 433.006. ഓക്കെ, അപ്പം കിട്ടി. ഇനി അടുത്തത് സ്റ്റേഷൻ പോയിന്റ് 2ൽ നിന്ന് 3ലേക്ക് പോകുമ്പോൾ ഇതാണ് എൻ്റെ വാല്യൂ. അപ്പോൾ ഇതിനകത്ത് 1.606ഉം 0.988 അത് തമ്മിലുള്ള ഡിഫറൻസ് എന്തുവാ? 1.606 മൈനസ് 0.988. വാല്യൂ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷെ സ്റ്റിൽ ഞാൻ ഒന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ 0.618ന്റെ ഡിഫറൻസ് ആണ്. അത് റൈസ് ആണോ ഫോൾ ആണോ എന്ന് വെച്ചാൽ റൈസ് ആണ്. ഒരു ഹൈറ്റ് ആണ് അവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അത് റൈസിൽ എഴുതും. അപ്പോൾ എന്നിട്ട് ഈ 433.006ന്റെ കൂടെ ഈ 0.618ഉം കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും 433.624 എന്ന് പറഞ്ഞിട്ടുള്ള റെഡ്യൂസ്ഡ് ലെവൽ എനിക്ക് കിട്ടും. റെഡ്യൂസ് ലെവൽ കിട്ടി. എന്നിട്ട് അവിടുത്തെ ബാക്ക് സൈറ്റ് എഴുതി. ബാക്ക് സൈറ്റ് ഓക്കെ. ഇനി ഈ ബാക്ക് സൈറ്റും സ്റ്റേഷൻ പോയിന്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ഈ റീഡിങ് ബാക്ക് സൈറ്റ് ആവുന്നു. ഈ ബാക്ക് സൈറ്റ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. ഡിഫറൻസ് നോക്കുമ്പോൾ 0.774 ആണ്. പക്ഷെ അവിടെ ഫോൾ ആണ് സംഭവിച്ചിരിക്കുന്നത്. 2.09 കുറഞ്ഞ വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ ഒരു ഹൈറ്റ് ഡിക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് ഫോളിൽ ആ വാല്യൂ എഴുതുക. അപ്പോൾ റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഫോൾ ആണെങ്കിൽ കുറയ്ക്കുക. 433.624ൽ നിന്ന് 0.774 കുറയ്ക്കുമ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടും. ഇനി അടുത്ത 1.262, 2.864ഉം 1.262 തമ്മിലുള്ള ഡിഫറൻസ് 1.602 ആണ്. അത് റൈസിലാണ്. റൈസിൽ എഴുതുന്നു. അപ്പോൾ 1.602 ഇതുമായിട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ വാല്യൂ കിട്ടും. പിന്നെ ബാക്ക് സൈറ്റ്, പിന്നെ അടുത്ത ഈ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഫോളിലാണ്. ഫോൾ എഴുതുന്നു. ഇത് തമ്മിൽ കുറയ്ക്കുമ്പോൾ ഇത് കിട്ടുന്നു. ബാക്ക് സൈറ്റ് എഴുതുന്നു. ഇത് തമ്മിലുള്ള ഡിഫറൻസും ഫോൾ ആണ്. ഫോൾ എഴുതുന്നു, കുറയ്ക്കുന്നു, കിട്ടുന്നു. ഓക്കെ. അപ്പോൾ റൈസ് ആണോ ഫോൾ ആണോ ഓരോ സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അവിടെ ഹൈറ്റ് ഇൻക്രീസ് ആണോ ഹൈറ്റ് ഡിക്രീസ് ആണോ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത്. ഇൻക്രീസ് ആണെങ്കിൽ നമ്മൾ അതിനെ റൈസ് എന്നും ഡിക്രീസ് ആണെങ്കിൽ നമ്മൾ അതിനെ ഫോൾ എന്നും ക്ലാസിഫൈ ചെയ്തിട്ടായിരിക്കും ആ കാര്യങ്ങൾ പറയുക. അപ്പോൾ അതിനനുസരിച്ച് അത് റെഡ്യൂസ് ലെവലിന്റെ കൂടെ റൈസ് ആണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കും, ഫോൾ ആണെങ്കിൽ കുറച്ച് കൊടുക്കും. ആ രീതിയിലാണ് നമ്മൾ അവിടെ കാൽക്കുലേഷൻ ചെയ്യുക. ഇനി നമുക്ക് സം ഓഫ് റൈസ് മൈനസ് സം ഓഫ് ഫോൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടും. അതായത് സം ഓഫ് റൈസ് വാല്യൂസ് എല്ലാം കൂടി സം ചെയ്യുവാണ്. 0.622 പ്ലസ് 0.618 പ്ലസ് 1.602 മൈനസ് 0.774 മൈനസ് 1.38 മൈനസ് 1.64 മൈനസ് 0.952 എന്ന് കിട്ടും.
സം ഓഫ് ബാക്ക് സൈഡ് മൈനസ് സം ഓഫ് ഫോർ സൈഡ് ചെയ്യുന്നതിന് പകരം ഇവിടെ സം ഓഫ് റൈസ് മൈനസ് സം ഓഫ് ഫോൾ ചെയ്താൽ മതി ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചെയ്യാം. ഓക്കെ, 40 മിനിറ്റ്. ഓക്കെ, ഞാനിവിടെ ഒരു വാല്യൂ പറയാൻ പോവാണ്. ക്വസ്റ്റ്യൻ ഞാൻ ഡിക്റ്റേറ്റ് ചെയ്യാം. അതിനു മുന്നേ ഞാനിവിടെ ഒരു ടേബിൾ ഒന്ന് ക്രിയേറ്റ് ചെയ്തോട്ടെ. നമുക്ക് ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് മെത്തേഡിൽ തന്നെ ചെയ്യാവുന്ന 2, 3, 4, 5, 6, 7. ഓക്കെ, സ്റ്റേഷൻ, ബാക്ക് സൈറ്റ്, ഇന്റർമീഡിയറ്റ് സൈറ്റ്, ഫോർ സൈറ്റ്, ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ്, റെഡ്യൂസ് ലെവൽ, ബെഞ്ച് മാർക്ക്. ഓക്കെ, ഈ ടേബിൾ ഇവിടെ കിടന്നോട്ടെ, നമുക്ക് ഇത് ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ ഞാൻ വാല്യൂസ് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ കേട്ടോ. ദ ഫോളോയിങ് കൺസിക്യൂട്ടീവ് റീഡിങ്സ് വെയർ ടേക്കൺ വിത്ത് എ ലെവൽ ആൻഡ് 5 meter leveling staff on a continuously sloping ground at a common interval of 20 meters. ഓക്കെ, കണ്ടിന്യൂസ്ലി സ്ലോപ്പിംഗ് ഗ്രൗണ്ട് ആണ്. അപ്പോൾ എൻ്റെ റീഡിങ്സ് എന്ന് പറയുന്നത് 0.385, 1.030, 1.925, 2.825, 3.730, 4.685, 0.625, 2.005, 3.110, 4.485. Okay. The reduced level of the first point തന്നിട്ടുണ്ട്, which is 208.125 meter. Okay. അപ്പോൾ ഇവിടെ എനിക്ക് എല്ലാ സ്റ്റേഷൻ പോയിന്റ്സിന്റെ റെഡ്യൂസ് ലെവൽ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ സ്റ്റേഷൻ പോയിന്റ് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന്, എവിടെ വെച്ച് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നൊന്നും പറയുന്നില്ല ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻസ്. അതെങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ക്വസ്റ്റ്യനിൽ അതിന് പകരം ഒരു ഹിന്റ് വന്നിട്ടുണ്ട്, കണ്ടിന്യൂസ്ലി സ്ലോപ്പിംഗ് ഗ്രൗണ്ട് ആണെന്ന്. അതായത് അത് ഇറക്കമാണ്. സ്റ്റേഷൻ പോയിന്റ് 1-ൽ നിന്ന് സ്റ്റേഷൻ പോയിന്റ് ലാസ്റ്റ് സ്റ്റേഷൻ പോയിന്റിലോട്ട് പോകുന്തോറും അത് ഇറക്കമാണ്. ഒരു സ്റ്റേഷൻ പോയിന്റ് മറ്റു സ്റ്റേഷൻ പോയിന്റിനേക്കാൾ താഴെ ആയിരിക്കും. ഇറക്കമോ കയറ്റമോ എങ്ങനെ വേണോ വരാം. അപ്പോൾ ഒരു ലീനിയർ നേച്ചറിലാണ് അത് വേരി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ വാല്യൂ 0.385, രണ്ടാമത്തെ വാല്യൂ 1.030. അപ്പോൾ ആദ്യത്തെ പോയിന്റിനേക്കാൾ താഴത്തിലാണ് രണ്ടാമത്തെ പോയിന്റ് ഇരിക്കുന്നത്, കറക്റ്റ് ആണ്. പിന്നെ 1.925 വീണ്ടും താഴത്തിലോട്ട് പോയി. 2.825 വീണ്ടും താഴോട്ട് പോയി. 3.730 വീണ്ടും താഴോട്ട് പോയി. 4.685 വീണ്ടും താഴോട്ട് പോയി. പിന്നെ 0.625. അതെങ്ങനെ ശരിയാവും? കണ്ടിന്യൂസ്ലി സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ആ വാല്യൂസ് ഇറക്കമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഈ വാല്യൂസ് എക്സ്പീരിയൻസ്ഡ് എഞ്ചിനീയറിന് ഇത് കാണുമ്പോൾ മനസ്സിലാവില്ല, ഇത് ഇറക്കമാണ് ഈ വാല്യൂസ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഇറക്കമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പെട്ടെന്ന് ഇവിടെ വെച്ച് അത് മാറി. അത് പെട്ടെന്ന് കയറ്റമായതാണോ? ആവാം, അതൊരു പോസിബിലിറ്റിയാണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇറക്കമാണ്, ഫുള്ളായിട്ട് കണ്ടിന്യൂസ്ലി സ്ലോപ്പിംഗ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വാല്യൂ ചേഞ്ച് അവിടെ വരണമെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിൾ ആണ്, നമ്മൾ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ മാറ്റി. അതായത് എൻ്റെ 1, 2, 3, 4, 5, 6 പോയിന്റ് വരെ എനിക്ക് ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ കാണാൻ പറ്റി. ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനിൽ നിന്ന് 6 പോയിന്റ് വരെ കാണാൻ പറ്റി. 7ാമത്തെ പോയിന്റ് കാണാൻ പറ്റിയില്ല. അപ്പൊ എൻ്റെ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ മാറ്റിയിട്ട് ഞാൻ 6ാമത്തെ പോയിന്റിലേക്ക് ബാക്ക് സൈറ്റ് ചെയ്ത വാല്യൂ ആണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ മാറ്റിയിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവും. CP ഇവിടെയാണ് ചേഞ്ച് പോയിന്റ്. അവിടെ നിന്ന് ഞാൻ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ മാറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും.
അപ്പോൾ ഒരു ചേഞ്ച് പോയിന്റേ ഉള്ളൂ. ആ വാല്യൂസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം വേറെ ഒരിടത്തും ചേഞ്ച് ആയിട്ടില്ല, ഒരു ചേഞ്ച് പോയിന്റേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വാല്യൂസ് എഴുതാം. അപ്പോൾ ഞാൻ ആദ്യം സ്റ്റേഷൻ പോയിന്റ് 1 എഴുതി. 1ലേക്ക് അതിനു മുന്നേ അവിടുത്തെ റെഡ്യൂസ് ലെവൽ തന്നിട്ടുണ്ട് വിച്ച് ഇസ് 208.125 ബെഞ്ച് മാർക്ക്. ഓക്കെ, ഇനി സ്റ്റേഷൻ പോയിന്റ് 1 എനിക്ക് ആദ്യം എടുക്കുന്ന ബാക്ക് സൈറ്റ് ആണ് 0.385. ഓക്കെ, 0.385 കിട്ടി. ഇനി ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിക്കാം. 208 ചെയ്താൽ മതിയായിരുന്നു. 208.125 പ്ലസ് 0.385. അപ്പോൾ 208.51 എന്ന് കിട്ടും ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. ഓക്കെ, ഇനി സ്റ്റേഷൻ പോയിന്റ് 2ൽ ഞാൻ എടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 1.030 ആണ്, വിച്ച് ഇസ് മൈ ഇന്റർമീഡിയറ്റ് സൈറ്റ്. സ്റ്റേഷൻ പോയിന്റ് 3 അതും ഇന്റർമീഡിയറ്റ് സൈറ്റ് ആണ്, 1.925. സ്റ്റേഷൻ പോയിന്റ് 4 ഇന്റർമീഡിയറ്റ് സൈറ്റ് ആണ്, 2.825. സ്റ്റേഷൻ പോയിന്റ് 5 3.730. സ്റ്റേഷൻ പോയിന്റ് 6 അത് 4.685 ലാസ്റ്റ് വാല്യൂ, അത് 4 സൈറ്റിൽ കൊണ്ടുവരുന്നു. അപ്പോൾ ബാക്ക് സൈറ്റ് ആണ് ഈ വാല്യൂ 0.625. സ്റ്റേഷൻ പോയിന്റ് 7 ഇന്റർമീഡിയറ്റ് സൈറ്റ് ആണ്, 2.005. സ്റ്റേഷൻ പോയിന്റ് 8 അതും ഇന്റർമീഡിയറ്റ് സൈറ്റ് ആണ്, 3.110. സ്റ്റേഷൻ പോയിന്റ് 9 അത് ലാസ്റ്റ് വാല്യൂ 4 സൈറ്റ് 4.485. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ഓരോ റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കാൻ പറ്റും. 208.51 മൈനസ് 1.030, 207.480. അടുത്ത 208.51 മൈനസ് 1.925, 206.585. ഓക്കെ, ഇറക്കം ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ റെഡ്യൂസ് ലെവൽ വാല്യൂസ് കിട്ടുന്നുണ്ട്. എല്ലാം കുറഞ്ഞു വരുവാണ് ഫസ്റ്റ് പോയിന്റിൽ നിന്ന്. 208.51 മൈനസ് 2.825, 205.685. വാല്യൂസ് വീണ്ടും കുറയുവാണ്. 208.51 മൈനസ് 3.730, 204.78, 208.51 മൈനസ് 4.685, 203.825. ഇനി പുതിയ ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിക്കാം. 203.825 പ്ലസ് 0.625, 204.45. 204.45 minus 2.005, 202.445, 204.45 minus 3.110, 201.34, 204.45 minus 4.485, 199.965. ഓക്കെ, ഇതിൽ നമുക്ക് മനസ്സിലാവും ഫസ്റ്റ് റെഡ്യൂസ് ലെവൽ 208 നിന്ന് തുടങ്ങി ലാസ്റ്റ് റെഡ്യൂസ് ലെവൽ 199 വന്ന് തീരുന്നത്. അതായത് കംപ്ലീറ്റ്ലി അത് ഇറക്കമാണ്. സ്റ്റേഷൻ പോയിന്റ് 1 താഴെയാണ് 2, 2 താഴെയാണ് 3, 3 താഴെയാണ് 4, അങ്ങനെ ടിൽ 9 വരെ. ഇനി സം ഓഫ് ബാക്ക് സൈഡ് മൈനസ് സം ഓഫ് ഫോർ സൈഡ് നമുക്ക് നോക്കാം. 0.385 പ്ലസ് 0.625 മൈനസ് 4.685 മൈനസ് 4.485 മൈനസ് 8.16 എന്ന് കിട്ടും. 208.125 മൈനസ് 199.965 ചെയ്താൽ 8.165 എന്ന് കിട്ടും. അപ്പോൾ ബാക്ക് സൈഡ് മൈനസ് ഫോർ സൈഡ് എന്ന് പറയുന്ന കാൽക്കുലേഷൻ ഇവിടെ ജസ്റ്റിഫൈഡ് ആയിട്ടുണ്ട്. ഇനി റൈസ് ഫോൾ വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. റൈസ് ഫോൾ വെച്ചിട്ട് ചെയ്തിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുക, കണ്ടിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക എന്നോട്. ഓക്കെ, ഫർദർ മോർ പ്രോബ്ലംസ് റെക്കോർഡഡ് ആയിട്ട് വേണമെങ്കിൽ പറയുക. നമുക്ക് ഇതിൽ നിന്ന് 1-2 പ്രോബ്ലം കൂടി ഞാൻ ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇപ്പൊ തന്ന ക്വസ്റ്റ്യൻ ഒക്കെ കുറച്ചും കൂടെ ആപ്ലിക്കേഷൻ ലെവലാണ്. ഇതിന്റെ ഈ ലെവലിംഗിന്റെ ഹയർ ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലംസ് ഒരുപാടുണ്ട്. ഇടയ്ക്കുന്നൊക്കെ തന്നിട്ട് കണ്ടുപിടിക്കുന്ന, ഫസ്റ്റ് റെഡ്യൂസ് ലെവൽ തരാതെ ഇടയ്ക്കുന്നൊക്കെ തന്നിട്ട് കണ്ടുപിടിക്കുന്ന രീതിയിലൊക്കെ ഉണ്ട്. പക്ഷെ അത് നമുക്ക് ബേസിക് സിവിലിന് വേണ്ട, അത് S3 സിവിലിന് മതി. S1 ECക്ക് ഒന്നും അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ടെക്സ്റ്റ് ബുക്സിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ ഡൗട്ട്സ് ആണെങ്കിൽ ഡിസ്കസ് ചെയ്യാം.